മോർണിംഗ് ടാസ്ക് കഴിഞ്ഞ ഉടനെ തന്നെ ഒണിയൽ എല്ലാവരോടും പറഞ്ഞു, എനിക്ക് കുറച്ച് സമയം വേണം, നിങ്ങളാരും എണീറ്റ് പോകില്ലേ എന്ന്. ഹൗസ്മേറ്റ്സ് എല്ലാവരും ഒണിയലിന്റെ വാക്കുകേട്ട് അവിടെ ഇരുന്നു. ഒണിയൽ പറഞ്ഞു, എനിക്ക് ഇന്നലെ നടന്ന സംഭവത്തെക്കുറിച്ച് കുറച്ച് ക്ലാരിഫിക്കേഷൻ തരുവാനുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഇത് കേൾക്കണമെന്ന് പറഞ്ഞു. ഇന്നലെ ലക്ഷ്മി ഇവിടെ ഒരു ചീപ്പ് സ്ട്രാറ്റജിയുമായി വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് ലക്ഷ്മി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് എൻ്റെ പേഴ്സണാലിറ്റിയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒന്ന് തന്നെയാണ്. എന്നെ ശരിക്കും പറഞ്ഞാൽ ഡിഫെയിം ചെയ്യുകയായിരുന്നു ലക്ഷ്മി. ഇന്നലെ ആക്സിഡന്റലി ഞാൻ വീഴാൻ പോകുമ്പോഴായിരുന്നു മസ്താനിയെ പിടിച്ചത്. അത് ലക്ഷ്മി വളച്ചൊടിച്ച് ഞാൻ അവളെ മനഃപൂർവ്വം പിടിച്ചു എന്ന രീതിയിലേക്ക് എത്തിച്ചു. 42 വയസ്സായി എനിക്ക്. ഇന്നുവരെ ആരും ഇതുപോലെ ഒരു അലിഗേഷൻ എനിക്ക് നേരെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്രയ്ക്കും തരം താന്ന ഒരു സ്ട്രാറ്റജിയുമായി ലക്ഷ്മി വരാൻ പാടില്ലായിരുന്നു. എന്തു തന്നെയായാലും ഞാൻ ബിഗ് ബോസിനോട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒഫീഷ്യലായി തന്നെ ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് മസ്താനിയോട് മാപ്പ് പറയുകയാണ്. ഒരു ദുരുദ്ദേശത്തോടു കൂടിയല്ല ഞാൻ പിടിച്ചത്, വീഴാൻ പോകുമ്പോഴായിരുന്നു ഞാൻ പിടിച്ചത് എന്നാണ് ഒണിയൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇനി നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതായിരിക്കും. സത്യത്തിൽ മസ്താനിക്ക് ഇതൊരു വിഷയമാക്കണമെന്നൊരു ഉദ്ദേശമേ ഉണ്ടായിരുന്നില്ല. എന്നാൽ മസ്താനിയുടെ സുഹൃത്തായ ലക്ഷ്മിയോട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ ലക്ഷ്മിയാണ് ഇതൊരു കണ്ടന്റ് ആക്കിയെടുത്തത്. മോർണിംഗ് ടാസ്ക് കഴിഞ്ഞ ഉടനെ തന്നെ മസ്താനി ബാത്റൂമിലേക്ക് ഓടി. മസ്താനിക്ക് ഈ കാര്യം വളരെ വിഷമമായി. എന്തു തന്നെയായാലും മസ്താനിയെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണല്ലോ ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ മസ്താനി കുറച്ചു നേരം അവിടെ നിന്ന് കരഞ്ഞു. സത്യത്തിൽ ആ അലിഗേഷൻ ഒണിയലിനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. ഒണിയൽ കൺഫെഷൻ റൂമിൽ പോയി പൊട്ടിക്കരയുന്നത് വരെ നമ്മൾ ലൈവിൽ കാണാനിടയുണ്ടായി. ലക്ഷ്മി സത്യത്തിൽ ലക്ഷ്മിയുടെ സുഹൃത്തിനെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് വലിച്ചു കീറാൻ ഇട്ടുകൊടുത്തതുപോലെയായിപ്പോയി. ലാലേട്ടന്റെ പക്കൽ നിന്ന് ലക്ഷ്മിക്ക് ഇതിനുള്ള പണിഷ്മെന്റ് തീർച്ചയായും കിട്ടുന്നതായിരിക്കും.